ഏത് ബിസിനസ്സുകാരനാണെങ്കിലും അവർ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അവർ ചിലപ്പോൾ സ്ലോവാക്യൻ ഓണററി ജനറലോ ഇതൊക്കെ ഒരു അണ്ടർ ഭാഗമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പാനഫെർലേനിയയാണ്. കാരണം ഇവർക്കൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പല സപ്പോർട്ടീവ് സിസ്റ്റംസ് കിട്ടും. അതാണ് ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് ആയുധ കച്ചവടക്കാരും ഇവിടെ ഇന്ത്യയിലൊക്കെ അതേപോലെ പല റിയൽ എസ്റ്റേറ്റ് ആൾക്കാരും ഉണ്ടാക്കി അവർ പണം കൊടുത്ത് മേടിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് റോയിയും ഇതേപോലെ കട ഇവിടെ ഡൽഹിയിൽ ഇഷ്ടംപോലെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്ന ഓണററി കൗൺസില്, അതായത് പല രാജ്യങ്ങൾക്കും 10, 15, 25 ഇതേപോലെ ഓണററി കോൺസുലേറ്റ് ഈ സാധനങ്ങൾ വിൽക്കുന്ന പരിപാടിയുണ്ട്. കാരണം അവർക്ക് അതേപോലെ ഗോൾഡൻ എന്താണ് ദുബായ് ഗോൾഡൻ ബിസിനസ്? കാരണം അതും ബേസിക്കലി ഒരു ബിസിനസ്സുകാരന് കൊടുക്കുന്ന ഓണററി സംഭവമാണ്. പക്ഷെ അതും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാർക്കും ഇന്ത്യയിലുള്ള ബ്യൂറോക്രാറ്റ്സിനും ഇന്ത്യയിലുള്ള ഈ ഡേട്ടും നല്ലതും മോശവും ഇവർക്കെല്ലാം ഈ ദുബായ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് ബേസിക്കലി, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വലിയൊരു ശതമാനം ഇവർ ദുബായ് കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഡേട്ട് ഇല്ലീഗൽ ഓഫ് ഷോർ അഴിമതി പണം അതിനെ വൈറ്റാക്കാൻ ഉപയോഗിക്കുന്ന സംഭവം വളരെ സേഫും ആയിരിക്കും. കാരണം ഇവിടുത്തെ റിസർവ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്കത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു CJRO എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഇൻകം ടാക്സിൻ്റെ മനസ്സിലാക്കുക, ഇന്ത്യയിലെ പല ഏജൻസികൾ ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. പല ഏജൻസികൾ ഇദ്ദേഹത്തെ പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് നടത്തിയ പല ക്വസ്റ്റ്യൻസിൻ്റെയും CJROയ്ക്ക് കൃത്യമായിട്ട് പിടികിട്ടി അയാൾ പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. അതായത് സ്വന്തം സംരക്ഷണത്തിന് മേടിച്ച പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയമേ സൂയിസൈഡ് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം. വേറൊരു വഴിയും മുമ്പിൽ കാണാനില്ല. അല്ലാതെ മലയാളം മീഡിയ പറയുന്ന പോലെ പീഡനവും അത് മണ്ണാങ്കട്ടയൊന്നുമല്ല. കാരണം എൻ്റെ ജേർണലിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ ഈ പറയുന്ന ഏജൻസികൾ അവരവരുടെ കാര്യങ്ങൾ പറയും. അറസ്റ്റ് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയാണ് പ്രശ്നം പറയും. അത് നോർമലായിട്ടുള്ള സംഭവമാണ്. അതല്ലാതെ അത് അബ്നോർമലായിട്ടുള്ള സംഭവമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്ത്യക്കെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പണം വന്നിട്ടുണ്ട്, പലതിനും ഉത്തരം താങ്കൾ തരുന്നില്ല.